ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ മംഗലാപുരത്ത് തിരിച്ചെത്തിയിരിക്കുന്നു. ഇന്ന് നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് എന്തുവെന്ന് നോക്കാം. ഇത് കഴിക്കുന്നത് നമ്മൾ മംഗലാപുരത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഒരു കടയിൽ നിന്നാണ് കഴിക്കുന്നത്. പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ കട ഏതാണെന്ന് വെച്ചാൽ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, പേര് ഞാൻ ശ്രദ്ധിച്ചില്ല. മംഗലാപുരത്ത് 1-ാം പ്ലാറ്റ്ഫോമിൽ ഏറ്റവും അങ്ങേയറ്റത്തെ എൻഡുണ്ട്. എൻഡിൻ്റെ ആ ഭാഗത്തായിട്ടാണ് ഹോട്ടൽ. നമുക്ക് എന്തുവാ കഴിക്കാനുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത് മസാല ദോശയാണ്. ചോറ് നമ്മൾ ചോദിച്ച ചോറ് അവിടെ ഇല്ല. പിന്നെ സാമ്പാറും ചമ്മന്തിയുമാണ്. ഞങ്ങളുടെ മസാല ഇതിനകത്തുള്ളതാണ്. ഒരു പ്രത്യേകതരമായിട്ടുള്ളൊരു മസാലയായിരുന്നു, ഒരു ചുമന്ന കളറിൽ. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. അവിടുത്തെ മസാല ദോശ ഒരു രക്ഷയില്ലാത്ത മസാല ദോശ എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം ഞാൻ കേരളത്തിൽ പോലും ഇത്രയും പോലും മസാല ദോശ കഴിച്ചിട്ടില്ല തോന്നി. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഇതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിച്ചായിരുന്നു. നോർമലായിട്ടുള്ള കിഴങ്ങും മഞ്ഞളും അങ്ങനെ മഞ്ഞപ്പൊടിയും പിന്നെ മുളകും പിന്നെ എന്തുവാ പരിപ്പ് അങ്ങനെയുള്ള സാധനമൊക്കെയാണ് സാധാരണ എല്ലായിടത്തും ഇടുന്നത്. പക്ഷേ ഇതല്ല, ഇത് വെറൈറ്റി സാധനം. ഇത് പറയാൻ കിഴങ്ങ് ഉടച്ച് എനിക്കൊന്ന് മുളക് പൊടിയോ മസാല ഏതാണ്ടൊക്കെ ചേർത്തത്. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. സാമ്പാർ ഇവിടുത്തെ സാമ്പാർ അല്ല, നമ്മുടെ ടേസ്റ്റ് തന്നെയായിരുന്നു. അടിപൊളി സാമ്പാറായിരുന്നു. ചമ്മന്തി പിന്നെ ഇവിടുത്തെ കൊള്ളത്തില്ല, ഏതാണ്ട് വേറെ സാധനമൊക്കെ ഇട്ട് അരച്ചതായിരുന്നു. അവിടുത്തെ സാധനമെല്ലാം നല്ല സാധനം തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ നാട്ടിൽ വരുന്നതിന് മുമ്പ് രാവിലെ ഇതുപോലെ ഒന്ന് കഴിച്ചായിരുന്നു. അടിപൊളിയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ഇനിയും ഞാൻ അവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ തന്നെയായിരിക്കും ഇടുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇന്ന് ഉച്ചയ്ക്ക് എന്തോ കഴിക്കാനുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.